ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 13 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഗാസയിലെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ് അവർ ദുരിതത്തിന്റെ അങ്ങേയറ്റം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഒരിക്കലും ആൾക്കാർക്ക് സമൃദ്ധി നൽകില്ല. തീർച്ചയായിട്ടും അത് ഏത് രാജ്യങ്ങൾ തമ്മിലായാലും അവിടെ പട്ടിണിയും ദുരിതവും ദുരന്തമുഖങ്ങളും തന്നെയായിരിക്കാം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഏതാണ്ട് 2023 ഒക്ടോബർ 26-ന് ഇസ്രയേലിലേക്ക് ഹമാസ് എന്ന തീവ്രവാദ സംഘടന ആക്രമണം നടത്തിയതിനു ശേഷമാണ്. അതുവരെ വലിയ കുഴപ്പമില്ലാതെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിലും പണ്ട് തൊട്ടേയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഹമാസ് എന്ന തീവ്രവാദ സംഘടന, ഈ പാലസ്തീനിലെ തീവ്രവാദ സംഘടന ഒരു ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ജനതയുടെ മേൽ 5000-ൽ പരം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും അതിൽ നിന്ന് ഏതാണ്ട് 1000-ലധികം ആൾക്കാർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിരപരാധികളായ 1000-ലധികം ഇസ്രായേലികളെ, പാലസ്തീൻകാർ ഏതാണ്ട് 300 പേരോളം കൊല്ലപ്പെടുകയുണ്ടായി. എന്തിലും ഇസ്രായേലികൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിൽ പാവപ്പെട്ട സ്ത്രീകൾ, കുട്ടികളാണ് അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതെന്ന് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഏതാണ്ട് 200-ലധികം വരുന്ന ഇസ്രായേൽ ജനതയെ അവർ ബന്ദികളാക്കുകയും ചെയ്തു. ബന്ദികളാക്കുക, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോവുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഹമാസ് ആ ക്രൂരത നിറഞ്ഞ ആ രാത്രി അല്ലെങ്കിൽ ആ ഒരു ദിവസം ഇസ്രായേലിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു വേദന സമ്മാനിച്ചതിന്റെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് ഇസ്രായേൽ പാലസ്തീനെതിരെ ആക്രമണം അഴിച്ചത്. അപ്പോഴും ഇസ്രായേലി ജനത അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണകർത്താക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും പാലസ്തീൻ ജനതയ്ക്കെതിരെയല്ല ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഞങ്ങൾ എല്ലായ്പ്പോഴും ഈ ഭൂമുഖത്ത് നിന്ന് തീവ്രവാദികളെ, ഭീകരവാദികളെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ്. അതിന് ഇനി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. പാലസ്തീനിലെ കൊടികെട്ടി വാണിരുന്ന ഹിസ്ബുള്ളയും ഹമാസിന്റെ ഈ കൊടികെട്ടിയ നേതാക്കന്മാർ, ഹിറ്റ്ലിസ്റ്റിലുണ്ടായിരുന്ന നേതാക്കന്മാർ എല്ലാവരെയും, ഏതാണ്ട് ഒട്ടുമിക്ക ആൾക്കാരെ, പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കന്മാരെ എല്ലാം വധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇതിന് മറുപടി നൽകിയത്. പക്ഷേ ഗാസ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നാമാവശേഷമായിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെ. പക്ഷേ അവിടെയുള്ള ജനങ്ങളും കുട്ടികളും ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഇന്നിപ്പോൾ ലോകം. ആ ലോകത്തിന്റെ വിലപത്തേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിലെ, കൊച്ചു കേരളത്തിലെ കുറെ ഹമാസിയൻ ആരാധകരുണ്ട്. ആ ആരാധകർക്കാണ് വിലാപം ഭയങ്കര കൂടുതൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി. ഇസ്രായേൽ ടൂറിസ്റ്റുകൾ എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ കടയിൽ നിന്നുകൊണ്ട്, കാശ്മീരി പൗരന്മാർ നടത്തുന്ന കടയായിരുന്നു, ആ കടയിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. ഇസ്രായേലികളെ ഇറക്കി വിട്ടു. അത് വലിയ വിഷയമാവുകയും വിവാദമാവുകയും പിന്നീട് വ്യാപാര വ്യവസായികൾ ആ കട ഉടമകളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ആ കട അടച്ചു പൂട്ടി അവരെ ആ വ്യാപാര വ്യവസായ ശൃംഖലയിൽ നിന്ന് അവർ തന്നെ ഒഴിവാക്കുകയും ചെയ്തു. അത് എന്നിരുന്നാൽ പോലും അത് അവരെ അനുകൂലിക്കുന്ന ആൾക്കാർ, അതായത് ഈ പറയുന്ന ഇസ്രായേൽ ജനതയെ അല്ലെങ്കിൽ ആ ഇസ്രായേലിൽ നിന്ന് വന്ന 2 വ്യക്തികളെ, പൗരന്മാരെ ഇറക്കി വിട്ട് നന്നായി എന്ന് അനുകൂലിച്ച് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരികയുണ്ടായി. ഹമാസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇന്നും അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും ഇസ്രായേലികൾ എന്നല്ല, ലോകത്തിന് മുഴുവനും അറിയാം, തീവ്രവാദം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഹമാസ് എന്ന് പറഞ്ഞൊരു കൊടൂര തീവ്രവാദ സംഘടനയാണ്. അവിടെ അതിതീവ്രമായ മതത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മതത്തെ ഏറ്റവും മോശമായി ആരാധിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഹമാസുകൾ എന്ന് അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകളോടും കുട്ടികളോടും ഒരു തരത്തിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ്. അവർ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ആ ആൾക്കാരെയാണ് നമ്മുടെ നാട്ടിലെ ജനത, ഹമാസിയൻ ആരാധകർ ഒരുപാട് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രെഡിന് ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ വില അനുസരിച്ച് 1000-ന് മേളിൽ രൂപയാണ് വരുന്നത്. അതായത് അവിടെ ബ്രെഡിന്റെയൊക്കെ ലഭ്യതയില്ല, ഗോതമ്പ് പൊടി ഇല്ല. അതോടൊപ്പം തന്നെ ആശുപത്രികൾ ഏതാണ്ട് 3-4 ദിവസം, 2 ദിവസം കൂടി ഉണ്ടാവുക എന്നൊക്കെയാണ് UN റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നുണ്ട്. ഹമാസ് അങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനത ഒന്ന് അടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം ഒന്ന് അടങ്ങിയപ്പോൾ ഹമാസിന്റെ ആൾക്കാർ അങ്ങോട്ട് ഉള്ള വാൽ കഷ്ണങ്ങളെല്ലാം അവരെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ തന്നെ എല്ലാം കൃത്യമായി മറുപടി കൊടുക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ അവിടുത്തെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ലോക്കൽസ് ആയ യഥാർത്ഥ പാലസ്തീനികളോട് പറയാറുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുക, ഇത് യുദ്ധ മേഖലയാണ്, നിങ്ങൾ പോകണം. അവരെ എല്ലാം അവിടുന്ന് ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാറുള്ളത്. പിന്നെ മരണപ്പെടുന്നതിൽ കൂടുതലും ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹമാസിയൻ ഭീകരരോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഹമാസിൻ തീവ്രവാദികളെയാണ് ഈ മരണപ്പെടുന്ന ആൾക്കാർ കൂടി. നമ്മൾ ലെബനിൽ കണ്ടതാണ്. ലെബനിലെ പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭൂരിഭാഗം അല്ലെങ്കിൽ പരിക്കേറ്റ ആയിരക്കണക്കിന് ആൾക്കാരെല്ലാം തന്നെ ഹമാസിൻ സപ്പോർട്ടോ ഹമാസിൻ തീവ്രവാദികളായിരുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള യഥാർത്ഥ ആൾക്കാർ, അതായത് യഥാർത്ഥ ജനത അവിടെ പേടിച്ചു വിറച്ചാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഇസ്രായേൽ ആരോപിക്കുന്നത് ഈ താവളങ്ങളിലെല്ലാം ഈ പറയപ്പെടുന്ന ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും എല്ലാം ഇരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഹമാസ് തീവ്രവാദികളാണ്, അല്ലാതെ ഒരിക്കലും പാലസ്തീൻ ജനതയല്ല. പക്ഷെ എന്തു തന്നെയായാലും പാലസ്തീൻ എന്ന സ്ഥലമാണ് തീവ്രവാദികൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ജനത അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ.
യുദ്ധം ഒരിക്കലും ഒരു കാലത്തും ഒന്നിനും ശാശ്വത പരിഹാരമല്ല. പക്ഷേ പിന്നീട് പറയാനുള്ള, ഇത്രയും ഹമാസ് സ്നേഹമുള്ള ആൾക്കാർ കയ്യിൽ ഒരുപാട് പൈസയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാസയിലേക്ക് അയച്ചു കൊടുക്കുക. അവിടെയുള്ള ആൾക്കാർക്ക് റൊട്ടിയും ഭക്ഷണങ്ങളും എല്ലാം മേടിക്കാനുള്ള സഹായങ്ങൾ UN ഓപ്പൺ ചെയ്യുന്നുണ്ട്, അവിടേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നന്മ വിരിയുന്ന ഒരു പുലരിക്ക് വേണ്ടി എന്തായാലും പാലസ്തീനും ഇസ്രായേലും എല്ലാം കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. നന്ദി.